ഹായ്. അപ്പോൾ നമുക്കൊരു മറ്റൊരു കിടുക്കാച്ചി വീഡിയോ വിളിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് വലിയൊരു സീരീസിൻ്റെ തുടക്കമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും മിക്കവാറും നമ്മളെ ഗ്രൂപ്പിലേക്കുള്ള എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് എന്താണെന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മിസ്റ്റർ അൺനോൺ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിംഗ് സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത് പഠിക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു സീരീസ് എൻഡ് ചെയ്യുമ്പോഴത്തേന് ഇത് ഫുള്ളായിട്ട് കണ്ട് കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് പഠിച്ച ആൾക്കാർക്ക് ഒരു ടൂള് മേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഞാനത് ചെയ്ത് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിട്ട് നിങ്ങളെല്ലാവരും ഇവിടുന്ന് വിടുള്ളൂ. ആരും അല്ലാതെ പോവാമെന്ന് വിചാരിക്കണ്ട. എല്ലാവരും ടൂള് മേക്ക് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചിട്ടേ ഞാൻ വിടുള്ളൂ. അപ്പോൾ കുറേ കാലമായി നമ്മൾ സ്ക്രിപ്റ്റ് കിഡീസായിട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇനി അതൊക്കെ മതി. ഇനി നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി ചെയ്തു നോക്കാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ സ്വന്തമായിട്ട് പ്രോഗ്രാം കോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൈത്തൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെ മാസീവായിട്ടുള്ളൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കണം. നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഈ സീരീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം ഇപ്പോൾ തരുന്ന പോലെ തന്നെ സപ്പോർട്ട് മാക്സിമം ചെയ്യുക. നിങ്ങളെ എല്ലാ ചങ്കുകൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. പ്രോഗ്രാമിംഗ് പഠിക്കണം താല്പര്യമുള്ള നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, എന്താണ് പൈത്തൺ, അങ്ങനെ പൈത്തനെ കുറിച്ച് ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. അപ്പോൾ പൈത്തൺ പഠിക്കും, പൈത്തൺ എന്താണെന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ പൈത്തൺ എന്നുള്ളതല്ല ശരിക്കും പൈത്തൺ എന്നുള്ളത്. പൈത്തൺ എന്ന് ശരിക്കും പറയാം പൈത്തോൺ എന്നാണ് അതിൻ്റെ ഉച്ചാരണം, അഥവാ വൊക്കാബുലറി പൈത്തോൺ എന്നാണ്. പൈത്തൺ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പൈത്തൺ ആയി പോവാണ്. പൈത്തോൺ എന്നാണ് ശരിക്കും അതിനെ പറയാം. പൈത്തൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്. ലാംഗ്വേജുകളിൽ കുറേ അധികം ലാംഗ്വേജസ് ഉണ്ട്. C++, C#, ജാവ, നോഡ് JS, അങ്ങനെ കണ്ടമാനം കണ്ടമാനം ലാംഗ്വേജസ് ഉണ്ട്. ദിവസം ലാംഗ്വേജസ് കൂടി വരികയാണ്. അപ്പോൾ എന്തുകൊണ്ട് പൈത്തൺ എടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ, വളരെയധികം കണ്ടമാനം ആൾക്കാർ ഈ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറേയധികം കമ്പനീസ് ഈ പൈത്തണിലാണ് കോഡുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ബേസിലാണ് പൈത്തൺ ഇത്രത്തോളം വളരാനും അതേപോലെ തന്നെ പൈത്തൺ ഇങ്ങനെ ഫേമസ് ആവാനുള്ള കാരണം ഇതൊക്കെയാണ്. അപ്പോൾ പൈത്തൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർപ്രറ്റഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഹൈ ലെവൽ എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ വലിയ ഹൈ ലെവലായിട്ട് ചിന്തിക്കൊന്നും വേണ്ട. സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻ്റർപ്രറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോഡ്, ഇപ്പോൾ അഥവാ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരാളോട് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യനോട് ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ജസ്റ്റ് മനുഷ്യനോട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ ചിലപ്പം അവസാനത്തെ കാര്യത്തിൽ ചിലപ്പോൾ ആദ്യം ആൻസർ തരിക. പക്ഷേ ഈ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ബൈ ലൈന് ഫസ്റ്റത്തെ ലൈന് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ഫ്രീ ആയിട്ട് അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും കമ്പൈലേഷന്. പക്ഷേ ഈ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജും ഉണ്ട്, കമ്പൈൽഡ് ലാംഗ്വേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കോഡ് റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഒരു എക്സിക്യൂഷൻ നടക്കുകയുള്ളൂ. പക്ഷേ ഇത് എക്സിക്യൂഷൻ ടൈമിൽ തന്നെ ലൈൻ ബൈ ലൈനായിട്ട് എക്സിക്യൂഷൻ നടക്കും. അതാണ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ലൈൻ ബൈ ലൈനായിട്ട് അത്രേ ഉള്ളൂ. ഇത് ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ഇതാണ് മെയിനായിട്ടുള്ള. അപ്പോൾ ഇത് വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല, ഈസി ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒബ്ജക്റ്റിനായിരിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുറേ മനുഷ്യൻ എന്നുള്ള ക്ലാസ് എടുത്തു. ഒരു കൂട്ടം മനുഷ്യന്മാർ, അതിൽ ഇപ്പോൾ നിങ്ങളെ പേര് അരുൺ എന്നാണെങ്കിൽ അരുൺ ഒരു ഒബ്ജക്റ്റാണ്. അതേപോലെ തന്നെ അർജുൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അതൊരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിന് പലതരം ബിഹേവിയറാണ്. ഇപ്പോൾ അരുണിന് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരിക്കും. ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾ അർജുന് ചിലപ്പോൾ എത്ര ചൂടാക്കിയാലും മോൻ ദേഷ്യം പിടിക്കാത്ത ആളായിരിക്കും. അങ്ങനത്തെ ബിഹേവിയറാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിങ്ങിൽ ഇതിനൊക്കെ പറയാം ഫങ്ഷൻസ് എന്നാണ്, ബിഹേവിയേഴ്സിന്. അതേപോലെ തന്നെ ഒബ്ജക്റ്റിനെ ഡാറ്റ ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റിനൊക്കെ കാണുക. അപ്പോൾ ഇത് തമ്മിൽ ബൈൻഡ് ചെയ്തിട്ടാണ് ഓരോ ഇൻസ്റ്റൻസുകൾ ഉണ്ടാവുക. ഓരോ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന, ഇപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഒബ്ജക്ട്സ്. അങ്ങനെ ഉള്ള ചെറിയ രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എന്ന് പറയുന്നത്. പിന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രൊസീജിയർക്കാണ്, സ്റ്റെപ്പുകൾക്കാണ് അതിന് പ്രാധാന്യം കൊടുക്കുക, എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു അതിനൊക്കെ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഡാറ്റയ്ക്കാണ്, അഥവാ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്കാണ് പ്രാധാന്യം. നമ്മളിതിൻ്റെ 2 വീഡിയോസ് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ടല്ലോ, ഏതാണെന്ന് ആർക്കെങ്കിലും അറിയുന്നില്ലെങ്കിൽ കാരണം നിങ്ങൾ കണ്ടിട്ടില്ല, കാണാതെ പോകരുത്. നമ്മളെല്ലാ ദിവസവും 9 മണിക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ബോട്ടിൻ്റെ വീഡിയോ. അപ്പോൾ അതിലൊക്കെ മെയിൻ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം, പാസ്വേഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കാരണം അതിൽ ഡാറ്റയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് Node.js എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ പറഞ്ഞത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇത് കേട്ടപ്പോൾ കുറേ ആൾക്കാർ ഹൈ ലെവലായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ, വളരെ ഇത് 3 കാര്യത്തിനും വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലാംഗ്വേജ്, ഒരു കുറേ ലാംഗ്വേജസ് കൂടിയ ഒരു സംഭവമാണ്. ഒരു ഗ്രൂപ്പിനാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ഏകദേശം ഇംഗ്ലീഷിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവും. സാധാ സെയിം നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജസിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പൈത്തൺ ആയാലും ഏതായാലും കുറേയൊക്കെ അറിയണ ഒരു ചെറിയൊരു ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം അത് ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. പക്ഷേ ലോ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്, അത് മെഷീൻ ലാംഗ്വേജസ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ പ്രോഗ്രാമിങ്ങും ഹാക്കിങ്ങൊക്കെ അറിയണ എല്ലാവർക്കും അറിയുണ്ടാവും 0-1 എന്ന് പറഞ്ഞിട്ട് ബൈനറി കോഡൊക്കെ. അതൊക്കെയാണ് ഒരു മെഷീൻ ലാംഗ്വേജിൽ വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പൈത്തനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പൈത്തനെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പൈത്തനാണ് ഇപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ട് വളർന്ന് ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് പൈത്തൺ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്കിതിനെക്കുറിച്ചുള്ള മറ്റ് ചെറിയ കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ വീഡിയോസായിട്ട് ഒരു ദിവസങ്ങൾ മിനിമം ഒരു 10 മിനിറ്റ് 15 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് ഒപ്പം ഇരുന്നിട്ട് നമുക്ക് പ്രോഗ്രാമിങ് പഠിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മൾ സ്ക്രിപ്റ്റ് കിഡീസൊന്നും മാത്രമൊന്നുമല്ല, ഞങ്ങൾ സ്ക്രിപ്റ്റ് മറ്റുള്ളവരുടെ സ്ക്രിപ്റ്റ് കട്ട് ചെയ്യാൻ മാത്രമല്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കാനും അറിയാം, നമുക്ക് തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കഴിയും. നിങ്ങൾ മാക്സിമം നിങ്ങളെ ചങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോരോ ഷെയറും നമുക്ക് ഊർജ്ജമായിരിക്കും ഇതിനേക്കാളും നല്ല നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെ ഒരു മാസീവായിട്ടുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. നാളെ കാണാം, വരാൻ മറക്കരുത്. 9 മണിക്ക് ഞാൻ ഇവിടെ കാണും. ബായ്.